is to do my very best. Okay. Thank you. Wish you all the best. Thanks. എന്താ പപ്പ മുഖത്തൊരു വാട്ടം പോലെ? ഒന്നും പറയണ്ട മോളെ, ഞാൻ എത്ര നാളായി ഒരു ഉപദേശിയായിട്ട്. സ്വന്തമായിട്ട് ഇതുവരെ ഒരു കാറോ വീടോ ഒന്നുമില്ല. എത്ര ഉപദേശിമാരാ ഗൾഫിലും യൂറോപ്പിലും ഒക്കെ പോകുന്നത്. പണത്തിന് പുറകെ പോയ ക്യാൻസർ, കുഷ്ഠം നമുക്ക് മരണോ? ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലേ? മോളെ, നിന്നെ ഞാൻ എങ്ങനെ കെട്ടിച്ചു വിടും? ദൈവം കരുതും പറഞ്ഞിട്ട് ഇതുവരെ കരുതിയില്ല. പപ്പ, ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ടി കരുതിക്കൊള്ളും. ഇനി കരുതിയില്ലെങ്കിലും സ്തോത്രം. ഞാൻ ഈ അതിവിശുദ്ധനാകാൻ പോയതായി എനിക്ക് പറ്റിയ തെറ്റ്. ഇച്ചിരി സാമർത്ഥ്യമൊക്കെ ഉണ്ടെങ്കിലേ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ചാല് എലക്ഷൻ ഒരു സീറ്റ് ഒപ്പിക്കണം. എന്താടാ നീ ചർച്ചിലൊന്നും പോയില്ലേ? ഹോ, ചർച്ച്, പ്രാർത്ഥന, വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പോലും സമയമില്ല. എടാ, ഞാനാ പറഞ്ഞ മൂവി കൊണ്ടുവന്നു. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ ആകെ ഒരു സ്മെല്ല്? ഹോ, ജോലിയുടെ ഒരു ടെൻഷനും പിന്നെ പ്രമോഷൻ ഒരു പാർട്ടിയും. ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരല്പം. നിനക്കിതൊക്കെ നിശ്ചിതമാണെന്നാണല്ലോ കേട്ടിരിക്കുന്നത്. എടാ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊരു തികഞ്ഞ ആത്മീകനാ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നീ ആ മൂവി ഇടും. നീ ഇരിക്കും. എടാ, നാട്ടിൽ നിന്നാടാ? ഇത് നാട്ടിൽ നിന്ന് പെങ്ങളാ. ഒരു മിനിറ്റ്. ഹലോ നിമി. ചേട്ടാ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ചേട്ടനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് എന്തോ ഒരു സങ്കടം. ചേട്ടൻ ഇപ്പൊ ഇരുന്ന് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുക. നിമ്മി മോളെ, ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബാധ്യതകളും തീരും. അതിനുശേഷം ചേട്ടൻ ഫ്രീ ആവും. പിന്നെ കർത്താവിന് വേണ്ടി ഫുൾ ടൈം ഇറങ്ങി പ്രവർത്തിക്കാനാ ചേട്ടന്റെ ആഗ്രഹം. അതുകൊണ്ട് ഇന്ന് സിനിമ, നാളെ പിക്നിക്, അടുത്ത മാസം എബി ഒരു സ്പിരിച്വൽ മാൻ. അതിനുള്ള അവസരം ദൈവം ചേട്ടന് തരട്ടെ. ഞാൻ വെക്കാം ഫോൺ. ഓക്കെ. പിന്നെ ഇപ്പൊ എന്ത് പ്രാർത്ഥിക്കാനാ? ഒരു സിനിമ ആണോ? മറിയാമോ, ഇന്ന് പ്രാർത്ഥനയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. എന്ത് പറ്റി? തോന്നി സിന്ധുവിനെ കേട്ടത്തില്ലെന്നേ. അതിന് നമ്മുടെ എവിടെ ചോമി സിന്ധുവിനെ കെട്ടാനുള്ളത്? എന്റെ മനുഷ്യനെ, ഞാൻ ആ സീരിയലിലെ കാര്യം പറഞ്ഞത്. സീരിയലിലെ കാര്യം ഓർത്താ നീ കരയുന്നത്? ബൈബിൾ എന്താ പറയുന്നത്? നീയും നിന്റെ തലമുറയോർത്ത് കരയുവാനാ. മാത്രമല്ല, മലകളെ എന്റെ മേൽ വീഴുവിനെന്ന് പറയുവാൻ പോകുന്ന കാലം വരുന്നു. ആ സമയത്താ നീ ഇവിടെ സീരിയലും കണ്ടിരുന്ന് കരയുന്നത്? വയ്യ. എനിക്ക് നല്ല ഉറക്കം വരുന്നു. മറിയാമോ, ടോമി സിന്ധുവിനെ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മറിച്ച് നമ്മുടെ ആത്മമണവാളനാകുന്ന ക്രിസ്തു നമ്മെ വേളി ചെയ്താൽ മതിയായിരുന്നു. കർത്താവേ, എനിക്ക് ഉറക്കം വരുന്നു. കർത്താവേ, അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ. കർത്താവേ, എന്നാലും തോന്നി സിന്ധുവിനെ കെട്ടിയില്ലല്ലോ. ചാത്തിയൻ. എന്റെ മൂടും പോയി. ഇനി നാളെ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദിവസം കള്ളനെ പോലും 1 കൊരിന്ത്യർ 15:52 പറയുന്നു, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും,
മരിച്ചവർ അക്ഷയരായി ഉയർത്തുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ലൂക്കോസ് 17:34. ആ രാത്രി 2 പേർ ഒരു കിടക്കമേലായിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. 2 പേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. പ്രിയ സ്നേഹിത, കർത്താവിനെ എതിരേൽക്കുവാൻ താങ്കൾ ഒരുക്കപ്പെട്ടുവോ? ഈ മനുഷ്യനെന്തേ രാവിലെ എവിടെ പോയി? ചാക്കോച്ചായ, 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 ഇത് എവിടെ പോയി ഇത്ര രാവിലെ? ചാക്കോച്ചായന് പിള്ളേര് എന്നോട് പറയാം ഇത് എവിടെ പോയി? ആരാ വരുന്നേ? രാവിലെ തന്നെ ഉപദേശിയാണല്ലോ ഓടി വരുന്നേ. മനുഷ്യടുത്തി, മലയാളച്ചടുത്തി, എല്ലാം പോയി, എല്ലാം പോയി. എനിക്ക് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്നാ പറ്റിയേ? കർത്താവ് വന്നു, എന്റെ ഭാര്യ മക്കളും എല്ലാം എടുക്കപ്പെട്ടു. ഞാൻ കൈവിടപ്പെട്ടു പോയി. അയ്യോ അയ്യോ ദൈവമേ, ഞാൻ കൈവിടപ്പെട്ടു പോയല്ലോ. അയ്യോ അയ്യോ അയ്യോ, എനിക്ക് നോക്കായോ വിശ്വസിച്ചേ പറ്റൂ. അറിയാമോ, ടോമി സിദ്ധുവിനെ കല്യാണം കഴിച്ചതിനും കുഴപ്പമില്ല. മറിച്ച് നമ്മുടെ ആത്മമണവാളനാകുന്ന ക്രിസ്തു നമ്മെ വേലി ചെയ്താൽ മതിയായിരുന്നു. ചേർത്തി, ചേർത്തി, അല്ല മറിയ ചേർത്തിയേ, ഇതെന്നാ പറ്റി? രാവിലെ തന്നെ മുഖം മാടിയിരിക്കുന്നല്ലോ. ചാക്കോച്ചനും പിള്ളേരും ഒക്കെ എന്ത് ചെയ്യും? അവർക്ക് എന്തെങ്കിലും പറ്റിയോ? ആഹാ, നിങ്ങളെ ഭാഷണം ഉണ്ടല്ലോ. രാവിലെ തന്നെ എന്നെ പറ്റി എല്ലാവർക്കും. ഞാൻ നിന്നോട് പറയാറുള്ളത് പോലെ കർത്താവ് വന്നു ഉണർന്ന് എന്നോരെയും കൊണ്ട് പോയേ. ഞാൻ ചാക്കോച്ചാനും പിള്ളേരും എടുക്കപ്പെട്ടു. ഞാൻ കൈവിടപ്പെട്ടു പോയേ. എന്തയ്യോ എന്തയ്യോ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം ഞാൻ വലിയ ഭക്തരൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷെ നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടമാകുന്നു. എന്തൊരു പുകിലായിരുന്നു ഇവിടെ. കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു, കർത്താവ് വരുന്നു എന്ന് പറഞ്ഞു എല്ലാവരും അങ്ങ് വിശുദ്ധരാകണം. എല്ലാവർക്കും അങ്ങ് വേർപാട് വേണം. ഓ, എല്ലാവർക്കും ഉണർവ് വേണം. എന്തായിരുന്നു? കർത്താവ് വന്നു പോയി. കഷ്ടം കഷ്ടം. ഇത് പന്താരയുടെ പറഞ്ഞ പോലെ കടിച്ചതുമില്ല പിടിച്ചതുമില്ല. ശരിതോ ശവത്തെ കുത്താന്ന് പോകുന്നുണ്ടോ? മറിയച്ചേടത്തിയെ വെള്ളവസ്ത്രവും ധരിച്ച് കാതിലേം കഴുത്തിലേം പറിച്ചു നടന്ന മറിയച്ചേടത്തി, ഇത് എന്നാ പറ്റി?
വിശുദ്ധിയും വേർപാടും ഒക്കെ ആവശ്യമുണ്ടായിരുന്നല്ലേ? വിശുദ്ധിയും വേർപാടും ഒക്കെ പുറമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഹൃദയത്തിൽ ഇല്ലാണ്ട് പോയി. ഒരു 10 രൂപയുടെ കമ്മലിന്റെ കാര്യം പറഞ്ഞാ നിങ്ങൾ എന്റെ രക്ഷ നഷ്ടപ്പെടുത്തിയത്. ദണ്ണം കൊണ്ട് പറയുക കേട്ടോ, നിങ്ങൾ ഒരു കാലത്തും ഗുണം പിടിക്കുകയില്ല. എന്നാടാ നീ വിളിച്ച് ഓടി വരാൻ പറഞ്ഞേ? എന്നാ പറ്റിയടാ? കർത്താവ് വന്നടാ, ഞാൻ കൈവിടപ്പെട്ട് പോയടാ. എടാ, എന്റെ ലിബി അമ്മ എല്ലാം എടുക്കപ്പെട്ടടാ, ഞാൻ കൈവിടപ്പെട്ട് പോയടാ. കർത്താവ് ഇനിയും വരില്ലേ? അടുത്ത പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് പോവാടാ. ഇവിടെ പൊട്ട. എടാ റജി, ജോലിയിൽ എനിക്ക് പ്രമോഷൻ ഒത്തിരി കിട്ടി, പക്ഷെ സ്വർഗരായിട്ട് ഇത് കർത്താവ് എന്നെ ടെർമിനേറ്റ് ചെയ്തതാ. ഇനി എന്ത് പ്രമോഷൻ, എല്ലാം തിരികെ വരാതെ എന്നെ കൈവിട്ട് പോയടാ. ഉപദേശി, നമ്മുടെ സഭയിലെ ആ ഏഷണിക്കാരി ശോൽത്താമ എടുക്കപ്പെട്ടോ? അവരാലയത്തിന് മുമ്പിൽ തല തല്ലിക്കരയോ. പോകാത്തവര് എത്ര പേരുണ്ടെന്ന് ഇനി എണ്ണം എടുക്കണം. പിന്നെ നമ്മുടെ അടുത്തുള്ള സഭയിലെ മിക്ക ഉപദേശിമാരും എടുക്കപ്പെട്ടു. അവർക്കൊന്നും ആത്മീയമില്ലാന്ന് വിചാരിച്ച ഞാനൊരു മണ്ടൻ. കർത്താവിനെ നോക്കാതെ മറ്റുള്ളവരെ നോക്കി ജീവിച്ച് എന്റെ ആത്മീയ ഞാൻ തന്നെ നശിപ്പിച്ച ഞാനൊരു മണ്ടി. ഉപദേശം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഉപദേശിയോടും മറ്റുള്ളവരോടും ക്ഷമിക്കാൻ പറ്റാത്ത ഹൃദയമായിരുന്നു എന്റേത്. മറിയമ്മച്ചേടത്തി സഭയിൽ നിന്ന് എങ്ങനെ പുറത്താക്കണം എന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു ഞാൻ. മാത്രമല്ല, എന്റെ മകളെ ഒരു അമേരിക്കക്കാരനെ കൊണ്ട് കെട്ടിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും അമേരിക്കയിൽ പോകണമെന്ന് ഒറ്റ ചിന്തയുണ്ടായിരുന്നു. നശിച്ചു പോകുന്ന ആത്മാക്കളെക്കാൾ ഏറെ ഞാൻ AC കാറും ബംഗ്ലാവും ഒക്കെ സ്വപ്നം കണ്ടു. കർത്താവ് വന്ന ഉപദേശിച്ചു പോകത്തില്ലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം, പക്ഷെ ഞാൻ പോകുമെന്നാ വിചാരിച്ച. മറിച്ചെടുത്തി പോകില്ലാന്ന് എനിക്ക് നല്ലോണം അറിയാമായിരുന്നു. അതുകൊണ്ടാ ഒരു ഫോൺ കോള് പോലും ചെയ്യാതെ ഞാൻ നേരെ ഇങ്ങ് ഓടി വന്നത്. ഉപദേശി, നമുക്ക് തമ്മിൽ എന്ത് പോരാട്ടം. കൃപയുടെ വാതിലടഞ്ഞില്ലേ? ബൈബിൾ എത്ര സത്യമാ. മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകും.